ഹലോ വെൽക്കം ബാക്ക് ടു കറി ലൈവ്സ് റെസിപ്പി വിത്ത് ഉഷ. ഡെയിലി ചോറും കറിയും കഴിച്ച് ബോറടിച്ചോ? ഇതാ നമുക്കൊരു പുതിയ റെസിപ്പി, വെജിറ്റബിൾ പുലാവ്. അതിൻ്റെ കൂടെ സോയ ചങ്ക് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കി കഴിക്കാമെന്ന് നോക്കാം. ആദ്യം പുലാവിന് ആവശ്യമായത് 2 കപ്പ് ബാസ്മതി റൈസ്. അരമണിക്കൂർ നമുക്ക് നന്നായി കുതിർത്തി കഴുകി വെള്ളമൊക്കെ ഊറ്റി മാറ്റി വെക്കാം കേട്ടോ. ഇനി അതിന് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പു, ഒരു ഏലക്കായ, കസ്കസ്. മസാലകൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചേർക്കാവുന്നതാണ്. ഇനി പച്ചക്കറിയിൽ ക്യാരറ്റ്, ബീൻസ്, സവോള, പച്ചമുളക്, പുതിനയില അല്ലെങ്കിൽ മല്ലിയില. ഇവിടെ ആഫ്രിക്കൻ മല്ലിയിലയാണ് ചേർത്തിരിക്കുന്നത്. വേറെ വെജിറ്റബിൾസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ആദ്യം കുക്കർ നന്നായി ചൂടാക്കാം. നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് കൊണ്ട് ഉണ്ടാക്കുന്ന പുലാവിന് വളരെ ടേസ്റ്റ് ആണ്. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ, കസ്കസ് ഇങ്ങനെ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള കൂടെ ഒന്ന് ഇട്ട് ഇളക്കി കൊടുക്കാം. ഓയിലും വെളിച്ചെണ്ണയിലും ഒക്കെ പുലാവ് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ ഇത്ര ടേസ്റ്റ് ഉണ്ടാകും. ഇനി നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഓരോന്നായി ചേർക്കാം. ക്യാരറ്റ്, ബീൻസ്, പച്ചമുളക്, മല്ലിയില ഇത് കൂടെ ഇട്ട് കുറച്ച് നേരം നമുക്ക് ഇളക്കി കൊടുക്കാം. പച്ചക്കറിയൊക്കെ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് പച്ചക്കറിക്കും അരിക്കും ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടുതൽ ചേർക്കരുത് ഈ സമയത്ത് കേട്ടോ. ഇനി നമ്മൾ അരമണിക്കൂർ നേരം കുതിർത്തി വെള്ളം ഊറ്റി വെച്ചിരിക്കുന്ന അരി കൂടെ ഇതിലേക്ക് ചേർത്ത് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. അരി പലതും പല ടൈപ്പിലായിരിക്കും കേട്ടോ. കുറച്ച് വേവ് കൂടിയതുണ്ടാവും, വേവ് കുറഞ്ഞതുണ്ടാവും. നിങ്ങൾക്ക് അറിയണം ഏത് അരിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. ഈ അരി കുറച്ച് വേവുള്ള അരിയാണ്, കുറച്ച് നീളത്തിലുള്ള അരിയാണ്. കുറച്ച് ചെറിയ അരിയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാൻ 6 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അരിയുടെ വേവിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. പെട്ടെന്ന് വേവിടുന്നതാണെങ്കിൽ 4 കപ്പ് വെള്ളം ഒഴിച്ചാലും മതിയായിരിക്കും. ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുക്കർ ഹൈ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം പ്രഷർ വരുന്നവരെ വെക്കാം. പ്രഷർ വന്നതിന് ശേഷം നമുക്ക് സിമ്മിലാക്കി വെയിറ്റ് ഇടാതെ ഒരു 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. 5 മിനിറ്റ് നേരം കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. ഈ വേവുള്ള അരി ആയത് കാരണം തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവും, വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വേവ് കുറഞ്ഞ അരിയാണെങ്കിൽ ഈ സമയം തന്നെ വെന്തിട്ടുണ്ടാവുക. ഇനി വെന്തില്ലെങ്കിൽ കുറച്ച് നേരം കൂടെ നമുക്ക് അടച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് കുക്കറിൽ നല്ല അടിപൊളി വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് സോയ ചങ്ക് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാം. അതിലേക്ക് ആദ്യം സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം. കുറച്ച് നേരം തിളപ്പിച്ചെടുത്താൽ മതിയായിരിക്കും. ഈ സമയത്ത് കാണാൻ പറ്റുന്നുണ്ടാവും സോയ നല്ല വെള്ളം കുടിച്ച് വേർത്ത് വരുന്ന കണ്ടില്ലേ. ഇനി ആ വെള്ളമൊക്കെ നമുക്ക് ഊറ്റിയെടുക്കണം. നല്ല ചൂടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു സ്പൂൺ വെച്ച് നന്നായി പ്രസ് ചെയ്ത് നമുക്ക് ആദ്യം വെള്ളം ഊറ്റിയെടുക്കാം.
ഇനി കുറച്ച് ചൂടാറിയതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായി പിഴിഞ്ഞ് തീരെ വെള്ളമില്ലാതെ പിഴിഞ്ഞ് സോയാ ചങ്ക്സ് മാറ്റി വയ്ക്കാം. ഇത് പല സൈസിൽ കിട്ടുന്നുണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ. സോയാ ചങ്ക്സ് ചെറുതും വലുതൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഉപയോഗിക്കാം. ഇത് വലിയ സോയാ ചങ്ക്സ് ആയതുകൊണ്ട് ഞാനിവിടെ ചെറുതായി പിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പിച്ചി ചെറുതാക്കാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. വീഡിയോ ആദ്യമായി കാണുന്നവരും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും വീഡിയോന് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിക്കൊള്ളട്ടെ. കൂടാതെ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ അമർത്തിക്കൂടെ ഓൾ ബട്ടൺ അമർത്തിക്കോളൂ. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് ചേർക്കാം. എരിവിന് ആവശ്യമായ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് ഇഷ്ടമുള്ളവർക്ക് കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനി പുളിപ്പ് രസത്തിന് വേണ്ടി ഞാനിവിടെ 1 സ്പൂൺ വിനിഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത് നന്നായി ഇളക്കി ഒരു അരമണിക്കൂർ നേരം നമുക്ക് മാറ്റിവെക്കാം. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വറുക്കാനുള്ള പാൻ ചൂടാക്കി അതിൽ എണ്ണ ചൂടായി വരുന്ന സമയത്ത് സോയാ ചങ്ക്സ് കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കാവുന്നതാണ്. ഇതിനധികം എണ്ണയൊന്നും ആവശ്യമില്ല കേട്ടോ. എണ്ണ വല്ലാതെ കുടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് എണ്ണയിൽ തന്നെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് വറുത്തെടുക്കാനും പറ്റും. കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത്. ഇത് നല്ല ക്രിസ്പി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈവനിങ് ചായക്ക് സ്നാക്സ് ആയിട്ട് കൂടെ ഉപയോഗിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാലും ദയവായി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നല്ല നാടൻ ഹെൽത്തി റെസിപ്പിക്കായി കാര്യത്തിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും നല്ലൊരു റെസിപ്പി നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.